സഞ്ജയ് അവിടെ മിണ്ടാതിരിക്കെ. രാഹുൽ ഡെസ്കിൽ അടിച്ചിങ്ങനെ സൗണ്ട് ഉണ്ടാക്കല്ലേ. രാകേഷും ജെയിംസും എന്താണ് അവിടെ സംസാരിക്കുന്നത്? ഇതെന്താ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ക്ലാസ്സിൽ ബഹളം വെക്കുന്നത്? ഞാൻ ഇങ്ങനെ നിങ്ങൾ ക്ലാസ്സിൽ നിൽക്കുന്നത് നിങ്ങളൊന്നും കാണുന്നില്ല? കുട്ടികളെ, നിങ്ങൾ പഠിക്കേണ്ട സമയം വേസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നോ? ഞാൻ ഏതായാലും പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ഇഷ്ടം പോലെ സംസാരിക്കും. ഞാനിവിടെ മിണ്ടാതിരുന്നോളാം, നോക്കട്ടെ. എല്ലാ ദിവസവും ഇങ്ങനൊരു സിറ്റുവേഷനാണ് ക്ലാസ്സിൽ ഉണ്ടാകുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മൾ ടീച്ചർമാരുടെയും കുട്ടികളുടെയും ഒരു മാനസികാവസ്ഥ? ക്ലാസ് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും, അല്ലെ? ക്ലാസ്സിലെ കുട്ടികളോട് മുഴുവൻ മിണ്ടല്ലേ മിണ്ടല്ലേ എന്ന് പറഞ്ഞ് അടക്കിയിരുത്തി ക്ലാസ് തുടങ്ങാനുള്ള ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ടീച്ചർമാര് എത്ര കഷ്ടപ്പെടുന്നുണ്ടല്ലേ? അപ്പോ എല്ലാ ദിവസവും ഇങ്ങനെ ക്ലാസ്സിൽ ചെന്ന് കുട്ടികളുടെ മുമ്പിൽ ഷൗട്ട് ചെയ്യാതെ അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രയോഗിക്കാവുന്ന കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പുതിയ ടീച്ചർമാരെ ഒന്ന് പ്രയോഗിച്ചു നോക്കൂ കേട്ടോ. അതിൽ ഒന്നാമത്തേത് റീഇൻഫോഴ്സിംഗ് ദ ഡിസൈർഡ് ബിഹേവിയർ. അതായത് ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണെന്ന് വിചാരിക്കുക. എന്തായാലും ക്ലാസ് മുഴുവൻ ബഹളമായിരിക്കും. എന്നിരുന്നാലും അതിൽ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികൾ ചിലപ്പോൾ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടാവാം. അതായത് നിങ്ങൾ വരുന്നതും കണ്ടുകൊണ്ട് അവർ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടാവാം. അതേസമയം ബാക്കി കുട്ടികളൊന്നും ബഹളത്തിനിടയിൽ നിങ്ങൾ വന്നതേ അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ശ്രദ്ധിക്കുന്ന ആ രണ്ട് കുട്ടികളുണ്ടല്ലോ, അവരെ നോട്ട് ചെയ്യുക. എന്നിട്ട് അവരുടെ പേര് വിളിച്ച് അവരെ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന്, ശരത്, താങ്ക് യു ഫോർ ലിസണിംഗ് ടു മീ. പാർവതി, ഐ അപ്രീഷിയേറ്റ് ദാറ്റ് യു ആർ പേയിങ് അറ്റൻഷൻ ടു മീ. നിങ്ങൾ ഇങ്ങനെ പേര് വിളിച്ച് കുറച്ച് കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മറ്റു കുട്ടികളും നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ടിപ്പ് നമ്പർ 2, ഗ്രീറ്റ് സ്റ്റുഡൻസ് അറ്റ് ദ ഡോർ എവറി ഡേ. നമ്മൾ സാധാരണ കുട്ടികളെ വിഷ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് സോ ആൻഡ് സോ. അങ്ങനെയാണ് നമ്മൾ സാധാരണ കുട്ടികളെ വിഷ് ചെയ്യാറുള്ളത്. അത് ക്ലാസ്സിനകത്ത് ചെന്നതിന് ശേഷമാണ് നമ്മൾ വിഷ് ചെയ്യാറ്. നിങ്ങൾ അതിന് പകരം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഡോറിനരികെ എത്തുമ്പോൾ തന്നെ നിങ്ങൾ കുട്ടികളെ ഉച്ചത്തിൽ വിഷ് ചെയ്യുക. അപ്പോ കുട്ടികൾ എന്തായാലും നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാതിരിക്കില്ല. അപ്പൊ എപ്പോഴും ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ എന്ന് പറയുന്നതിന് പകരം ചിലപ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനെയും പറയാം: ലവ്ലി മോർണിംഗ് ടു ഓൾ ഓഫ് യു, അല്ലെങ്കിൽ എ ഹാപ്പി മോർണിംഗ് ചിൽഡ്രൻ. അതുപോലെ നിങ്ങൾക്ക് ടോണിലും വ്യത്യാസം വരുത്താം. ഹലോ സ്റ്റുഡൻസ്. അപ്പോ എപ്പോഴും ഒരേ ഒരു രീതിയിൽ ഗ്രീറ്റ് ചെയ്യുന്നതിന് പകരം ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ കുട്ടികളെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ നിങ്ങൾ ടോണിലും ഒരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് ഡോറിനടുത്ത് വെച്ച് തന്നെ നിങ്ങൾ കുട്ടികളെ വിഷ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഡിഫറെന്റ് സ്റ്റൈലിൽ വിഷ് ചെയ്യുമ്പോൾ കുട്ടികൾ വിചാരിക്കും, ഓ, ഇന്ന് ടീച്ചർ ഡിഫറെന്റ് ആയിട്ടാണല്ലോ നമ്മൾ വിഷ് ചെയ്തത്. മാത്രമല്ല ടീച്ചറുടെ മുഖത്ത് ഒരു നല്ല ചിരിയുണ്ട്, ഇന്ന് ടീച്ചർ എന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെറിയ കുട്ടികളല്ലേ, അപ്പൊ അവരെന്തായാലും അങ്ങനെയൊക്കെ വിചാരിക്കും. ട്രിക്ക് നമ്പർ 3, കോൾ ആൻഡ് റെസ്പോൺസ് ടെക്നിക്. ഇത് നിങ്ങൾ കുട്ടികളെ ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. ഈ കോൾ ആൻഡ് റെസ്പോൺസ് ടെക്നിക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ടീച്ചർ പറയാ കുട്ടികളോട് 1 2 3 ഐസ് ഓൺ മീ. അപ്പൊ ഇതിന് പകരമായിട്ട് ഇത് കേട്ടിട്ട് കുട്ടികൾ പറയണം 1 2 ഐസ് ഓൺ യു. 1 2 3 eyes on me. 1 2 eyes on you. ഇപ്പൊ മനസ്സിലായല്ലോ? ഇതാണ് കോൾ ആൻഡ് റെസ്പോൺസ് ടെക്നിക്ക്. ഇത് നിങ്ങൾ കുട്ടികളെ ആദ്യം തന്നെ ക്ലാസ്സിൽ ചെന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ പിന്നീട് നിങ്ങൾ ക്ലാസ്സിൽ ചെന്ന് 1 2 3 ഐസ് ഓൺ മീ എന്ന് പറയുമ്പോ 1 2 ഐസ് ഓൺ യു എന്ന റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതായത് ഞാൻ 1 2 3 ഐസ് ഓൺ മീ എന്ന് പറയുമ്പോ കുട്ടികളെ നിങ്ങൾ ഇത് കേട്ട ഉടനെ 1 2 ഐസ് ഓൺ യു എന്ന് പറയണം. നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് പറയുന്നു, കുട്ടികൾ അത് കേട്ടിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. അതുവഴി കുട്ടികളുടെ അറ്റൻഷൻ നമുക്ക് കിട്ടും. നമുക്ക് നമ്മുടെ ക്ലാസ്സും തുടങ്ങാം. ഇനി കോൾ ആൻഡ് റെസ്പോൺസിൽ തന്നെ വരുന്ന അടുത്തത്, ടീച്ചർ ഇങ്ങനെ ചോദിക്കും, ആർ യു ലിസ്ണിംഗ്, ആർ യു ലിസ്ണിംഗ്. അപ്പൊ കുട്ടികള് യെസ് ഐ ആം, യെസ് ഐ ആം എന്ന് മറുപടി പറയും. ട്രിക്ക് നമ്പർ 4, കൗണ്ട് ഡൗൺ. നിങ്ങൾ കുട്ടികളോട് പറയാ, കുട്ടികളെ ഞാൻ 10 to 1 കൗണ്ട് ചെയ്യാൻ പോവുകയാണ്. 1ലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരിക്കണം എന്ന് കുട്ടികളോട് പറയാം. അതിനുശേഷം
ആർ യു റെഡി എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ടീച്ചർമാർ കൗണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. 10, 9, 8, 7. അവിടെ കുറച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. 6, 5, 4, 3, 2, 1, 0. വെരി ഗുഡ്. എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടീച്ചർമാരുണ്ടല്ലോ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ എത്തി നോക്കുന്ന പോലെ, അതായത് സംസാരിക്കുന്നുണ്ടല്ലോ, ആരൊക്കെയോ സംസാരിക്കുന്നുണ്ടല്ലോ, എന്താ സൈലന്റ് ആവാത്തെന്നുള്ള ഒരു ആക്ഷൻ വരുന്ന രീതിയിലൊക്കെ നമ്മളൊന്ന് അഭിനയിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ നിന്ന് 10, 9, 8, 7 ഒരു വികാരം ഇല്ലാണ്ട് ഇങ്ങനെ വെറുതെ എണ്ണി പോയാല് കുട്ടികളത് മൈൻഡ് ചെയ്യണമെന്നില്ല. നമ്മൾ കുറച്ച് ആക്ഷൻ ഒക്കെ ഇടേണ്ടി വരും. ഇപ്പൊ ഞാൻ കാണിച്ചില്ലേ, അതുപോലെ നിങ്ങളൊന്ന് എത്തി നോക്കുന്ന പോലെ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ആയില്ലേ, നിങ്ങൾക്ക് സമയമായില്ലേ, സൈലന്റ് ആവാനായില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ഒരു ആക്ഷൻ ഒക്കെ കൊടുത്തിട്ട് വേണം നിങ്ങൾ ക്ലാസ്സിൽ ഇതുപോലെ ചെയ്യാൻ. അപ്പൊ നിങ്ങൾ പുതിയ ടീച്ചർമാർ ചോദിക്കും, ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ക്ലാസ്സിൽ ഇതുപോലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ കുട്ടികളൊന്ന് പഠിപ്പിച്ചു കൊടുത്ത് നിങ്ങൾ അതൊന്ന് ക്ലാസ്സിൽ പ്രയോഗിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. കാരണം നമ്മളിങ്ങനെ ക്ലാസ്സിൽ പോയി ഒരുപാട് ഷൗട്ട് ചെയ്ത് കുട്ടികളോട് സൈലന്റ് ആയി ഇരിക്കാൻ പറയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. അല്ലാണ്ട് നിങ്ങൾ ഓരോ കുട്ടികളുടെയും പേര് വിളിക്കണം, ഇങ്ങനെ പറയണം, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, അതുപോലൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനൊക്കെ പകരം നിങ്ങൾ ദിവസം ഇതുപോലെ ഓരോന്ന് പ്രയോഗിച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടാതിരിക്കില്ല. അപ്പൊ പുതിയ ടീച്ചർമാർ എല്ലാവരും ക്ലാസ്സിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിൽ ചെന്ന് ഒരുപാട് അലറി വിളിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നിങ്ങൾ കുട്ടികളെ ശരിക്കും പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാല്, പഠിപ്പിച്ച് റെഡിയാക്കി വെച്ചാല് ഓരോ ദിവസം നിങ്ങൾക്ക് ഓരോന്നായിട്ട് പ്രയോഗിക്കാം. ആ സമയത്ത് നമ്മുടെ തൊണ്ടയ്ക്ക് കുറച്ച് സ്ട്രെയിൻ കുറഞ്ഞു കിട്ടും, നമുക്കൊരു റെസ്റ്റ് കിട്ടും. അതേസമയം കുട്ടികൾ സൈലന്റ് ആവുകയും ചെയ്യും, നമുക്ക് അവരുടെ അറ്റൻഷൻ കിട്ടും, നമുക്ക് ക്ലാസ് സുഖമായിട്ട് തുടങ്ങുകയും ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.